വിർച്വൽ റിയാലിറ്റി കേട്ടിട്ടുണ്ടോ? പല ആളുകളും പല ബിസിനസ് ചെയ്യുന്ന ആളുകൾ ഓൺലൈൻ ഷോപ്പിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഒരു കാര്യമാണ്, കടയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുമ്പോൾ, ഒരു ഡ്രസ്സ് വാങ്ങുമ്പോൾ, ഒരു ഷൂ വാങ്ങുമ്പോൾ അത് ടച്ച് ചെയ്ത് ഫീൽ ചെയ്ത് എക്സ്പീരിയൻസ് വാങ്ങുമ്പോൾ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്, ഇല്ലേ? അങ്ങനെ വാങ്ങുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടൂല എന്ന് പറയാറുണ്ട്. അതിന് കിട്ടാൻ അധികം ദൂരമല്ല. ഈ മിക്സഡ് റിയാലിറ്റിയും ഓപ്പൺ റിയാലിറ്റിയും ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു കണ്ണാടെടുത്ത് വെക്കുന്നു, നമ്മളെ കണ്ണിൽ വെക്കുന്നതോട് കൂടി നമ്മൾ ബാംഗ്ലൂരിൽ പോകുന്നു, ഷോപ്പിംഗ് മാളിൽ പോയിട്ട് എന്ത് ചെയ്തു? നമുക്ക് വേണ്ട ഡ്രസ്സ് എടുക്കുന്നു, നമ്മൾ ധരിച്ചു നോക്കുന്നു, ഷൂ ഇടുന്നു, അതൊക്കെ ചെക്ക് ചെയ്യുന്നു. ഇങ്ങോട്ട് എന്ത് ചെയ്തു? ഗൂഗിൾ പേ എടുത്തിട്ട് പേയ്മെന്റ് എടുത്തു 2 മണിക്കൂർ. ഇപ്പൊ നമ്മൾ എത്ര ദിവസം എടുക്കുന്നത്? ഇപ്പൊ ഷോപ്പിംഗ് സാധനം കഴിഞ്ഞാൽ 2-3 ദിവസം എടുക്കും. 2 മണിക്കൂർ കൊണ്ട് ഡെലിവറി ഇവിടെ എത്തുന്ന വരും. ഇപ്പൊ ആമസോണിന്റെ ഓർഡർ എന്താ തിങ്ക് ചെയ്യുന്നതെന്ന് അറിയോ? എത്രയും ഫാസ്റ്റ് ആയിട്ട് ഒരു പ്രൊഡക്റ്റ് എങ്ങനെ ഡെലിവറി ചെയ്യാൻ പറ്റുന്ന റോബോട്ടിക്സും അതുപോലെ സ്പേസ് ടെക്നോളജിയും ഉപയോഗിച്ചിട്ട് എത്രയും ഫാസ്റ്റ് ആയിട്ട് സാധനം 2 മണിക്കൂർ ഡെലിവറി. അപ്പൊ ആളുകൾക്ക് സമയമല്ല. ആ രീതിയിൽ ടെക്നോളജി ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നമ്മൾ നിൽക്കുന്നത്.